Hello, good evening. Welcome to 90 Plus India's first animated live tuition. മിസ്സിനെ കേൾക്കുന്നുണ്ടോ? മിസ്സിനെ കേൾക്കാമോ? പ്രാർത്ഥന ശരി. കേൾക്കണ്ടോ എന്നെ മെർലിനെ? ആ, പ്രത്യേകം പേര് വിളിച്ചാൽ എല്ലാവരും മിണ്ടുള്ളൂ. എല്ലാവരും വേഗം വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരുന്നേ. എല്ലാവരും മിസ്സിന് താങ്ക് യു നിരഞ്ജന. എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കോ കേട്ടോ. വേഗം ആവട്ടെ. വീഡിയോ ഓൺ ചെയ്തിരിക്കുക, എണീറ്റിരിക്കുക, കിടക്കാണ്. സ്കൂൾ വിട്ട് വന്നിട്ട് യൂണിഫോം മാറിയിട്ടൊന്നും ഇല്ലേ? ചിലരൊക്കെ യൂണിഫോം പോലും മാറാണ്ടിരിക്കണ്ടല്ലോ. പറ്റി സമയം കിട്ടിയില്ലേ? ഇപ്പൊ വന്നുള്ളൂ. എല്ലാരും ചായക്ക് കുടിച്ചോ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കണേ. ആ, ഓരോരുത്തരും വിചാരിക്കുക എന്നോടാ പറയണേന്ന് വിചാരിക്കുക. തലാട്ടെങ്കിലും ചെയ്യാട്ടാ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ, എല്ലാവരും ഫോണൊന്നും എവിടെയെങ്കിലും എന്താ പറയാ, ഫോൺ എവിടെയെങ്കിലും ഒന്ന് ചാരി വെക്കാട്ടാ. ആരും ഫോൺ കയ്യിൽ വെച്ചോണ്ടിരിക്കണ്ട. കേട്ടില്ലേ? ആരും ഫോണേ കയ്യിൽ വെച്ചോണ്ടിരിക്കണ്ടെന്ന്. മാം ഗസ് മൈ സ്കൂൾ നെയിം ആൻഡ് ഐ ആൻഡ് താങ്ക് യു സൈബ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ ചാപ്റ്റർ, അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യാം. റെഡിയാണോ? ആണോ? യെസ്. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ കിട്ടിയോ? ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടിയോ? ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടിയോ? ഓക്കെ. ആരുഷ ഫോൺ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവച്ചേ. കയ്യിലാണോ ഇരിക്കണത് നിന്റെ? ഇല്ല, ലാപ്പാണോ? ഓക്കെ, അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ഈ ചാപ്റ്റർ അത് പറയുന്നത്? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാനായിട്ട് അല്ലേ? ട്രയാങ്കിളിന്റെ ഏരിയ കാണാനായിട്ട് പഠിക്കുന്നത്. ട്രയാങ്കിൾ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കുക? എല്ലാവരും പോയി തപ്പിയിട്ട് പോരാ എവിടെയാന്ന് വെച്ചാ. ഞാൻ പറഞ്ഞു തരില്ല. എല്ലാവരോടും ചോദിക്കും കേട്ടാ. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ആരും ഹാൻഡ് റൈസ് ഒന്നും ചെയ്യണ്ട, ഞാൻ വിളിച്ചോളാം. കണ്ടുപിടിച്ചാ? കണ്ടുപിടിച്ചാ ദിവ്യാൻഷി? ദിവ്യാൻഷിക്ക് അറിയോ ട്രയാങ്കിൾ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല? ദിവ്യാൻഷി കേൾക്കണില്ലേ? ദിവ്യാൻഷി തന്നെയല്ലേ പേര്? ആ, എന്താണ് ദിവ്യാൻഷിയുടെ ട്രയാങ്കിൾ ഏരിയ കാണാനുള്ള ഫോർമുല? അപ്പൊ കേൾക്കാൻ പറഞ്ഞോ.
L into ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ആ ഇത് എവിടെന്നാ കണ്ടുപിടിച്ചേ? എവിടെ നോക്കിയാ കണ്ടുപിടിച്ചേ നീ? നിനക്ക് ഉറപ്പാണോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്ന്? ഉറപ്പാണോ? അതുകൊണ്ടായിരിക്കൂലേ നോക്കാൻ പറഞ്ഞപ്പോ നോക്കാതിരുന്നേ. എവിടെയെങ്കിലും നോക്കി കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞപ്പം നിങ്ങൾക്ക് അറിയാം എന്നുള്ള ഉറപ്പിലിരുന്നുകൊണ്ടായിരിക്കും വേറെ ഒന്നും നോക്കാണ്ട് ഇത്ര കോൺഫിഡൻസിൽ പറഞ്ഞത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം, എല്ലാം അറിയാമെന്നുള്ളൊരു ഭാവം. കുറെ പേർക്കുണ്ടത്. എനിക്കതൊക്കെ അറിയാം, എന്നിട്ടും വിഡിത്തനെ അങ്ങോട്ട് വിളിച്ചു പോകും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണോടാ ഒരു ട്രയാങ്കിൾ ഏരിയ കാണാനുള്ള ഫോർമുല? ട്രയാങ്കിളിന് ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ പറയണ്ട. ട്രയാങ്കിളിൽ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും പറയാറുണ്ടോ? എന്താ? സൈഡ് ഇൻറ്റു സൈഡ് ഒരു ട്രയാങ്കിളിലെ ആംഗിളാ കഷ്ടം തന്നെ. നിങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ട് പോലെ എത്ര പേര് നോക്കി? ഞാൻ ചോദിക്കട്ടെ, 2-3 പേരോട് ചോദിക്കട്ടെ. ആദി, ട്രയാങ്കിൾ ഏരിയ കാണാനുള്ള ഫോർമുല എന്തുവാടാ? സൈഡ് ഇൻറ്റു സൈഡ്. നോക്കിക്കോട്ടാ, ഞാൻ ചോദിച്ചിട്ട് പറയാത്തവർക്ക് 100 പ്രാവശ്യമാണ് ഇമ്പോസിഷൻ. 100 പ്രാവശ്യം നോക്കിക്കോളാൻ പറഞ്ഞിട്ടും നോക്കാത്തവരെ ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങനെയെങ്കിലും ഒന്ന് നോക്കി കണ്ടുപിടിക്കണേ. അങ്ങനെയെങ്കിലും ആ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് ഒക്കെ ഒന്ന് മറക്കട്ടെ എന്ന് വിചാരിച്ചപ്പിണ്ടേ അതും പറ്റില്ലാത്ത. അതുകൊണ്ട് ടീച്ചർ പറഞ്ഞങ്ങോട്ട് കൊടുത്താൽ അത്ര സന്തോഷായി അല്ലേ? ടീച്ചർ അങ്ങോട്ട് പറഞ്ഞു തന്നാല് എനിക്ക് അത്ര സന്തോഷായി. അത്രയും പോലും ഞാൻ എന്റേതായ എഫോർട്ട് എടുക്കില്ല. അർജുനെ, ഹലോ, എന്താണ് ഒരു ട്രയാങ്കിൾ ഏരിയ കാണാനുള്ള ഫോർമുല? ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല. ഇതൊന്ന് നോക്കാൻ പോലും എന്റെ മക്കൾക്ക് എന്തും ഇല്ല, സൗകര്യം ഇല്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. നേരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ തന്നതല്ലേ. അപ്പൊ ഒരു ട്രയാങ്കിളിലെ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് കേട്ടാ. ഏരിയ ഓഫ് ട്രയാങ്കിൾ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ എപ്പോഴും അതെ, ഞാൻ ട്രയാങ്കിൾ ഏരിയ ചോദിച്ചു അപ്പൊ നിങ്ങൾ പറയും ബേസ് ഇൻറ്റു ഹൈറ്റ്, ഇല്ല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അങ്ങനെ പറയും. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും റെക്റ്റാങ്കിളിനാണ്. റെക്റ്റാങ്കിൾ ഈ സാധനത്തിനാണ് നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും പറയാം. മനസ്സിലായ? ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ ട്രയാങ്കിളിന്റെ പടം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ത്രികോണം, അതിനുള്ളത് ബേസ് ആണ്. ബേസ്
ബേസും പിന്നെ ഹൈറ്റും. ബേസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി പലതരത്തിലുള്ള ട്രയാങ്കിളുകൾ വരാം അല്ലെ. അതായത് ഒന്നെന്ന് പറയുന്ന ട്രയാങ്കിൾ ഇങ്ങനെ വരും. ഇങ്ങനെ ട്രയാങ്കിൾ വരുമ്പോൾ നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത് ഈ വശം. ഈ വശം ബേസ് ആയിട്ട് എടുക്കുക. ഹൈറ്റ് ആയിട്ട് എടുക്കേണ്ടത് ഈ ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് താഴോട്ട് വരുന്ന പെർപെൻഡിക്കുലർ ലൈൻ. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വെച്ചാൽ എന്താ? 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ലൈനിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത്. മനസ്സിലായ? 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ലൈൻ. വെറുതെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ലൈൻ ആവില്ല. ഇതാണ് നമ്മുടെ ഹൈറ്റ്. കാരണം ഏത് ലൈൻ ആണോ 90 ഡിഗ്രി ഉണ്ടാക്കുന്നത് ആ ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പെർപെൻഡിക്കുലർ ലൈൻ അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ബേസ്, ഇതാണ് ഹൈറ്റ്. ഇനി നമുക്ക് ട്രയാങ്കിൾ ഇങ്ങനെ വരാം. റൈറ്റ് ആംഗിളിലായിട്ട് വരാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇത് ബേസ് ആയിട്ട് എടുക്കണം. എപ്പോഴും 90 ഡിഗ്രി വന്നേക്കുന്ന വശം, 90 ഡിഗ്രി വന്നേക്കുന്ന ലൈൻ വന്ന് മുട്ടിയേക്കുന്നത് എവിടെയാണോ ആ ലൈൻ ആയിരിക്കും നമ്മുടെ ഹൈറ്റ്. മനസ്സിലായോ? 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ലൈനെയാണ് നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ അത് വന്ന് മുട്ടിയേക്കുന്ന വശം എവിടെയാണോ അതായിരിക്കും ബേസ്. ഇപ്പൊ ഈ 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ലൈൻ വന്ന് മുട്ടിയേക്കുന്നത് ഈ വലിയ വശത്തുമ്മയാണ്. അതാണ് ബേസ്. മനസ്സിലായ? 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ലൈൻ വന്ന് മുട്ടിയേക്കുന്ന വേറെ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനാണ് ബേസ്. ഈ 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ലൈനാണ് ഹൈറ്റ്. അപ്പോ ഇത് ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത ഇതിന്റെ ഹൈറ്റ് ഉള്ളിൽ കൂടെ വരും. ഇനി ഇതിന്റെ പ്രത്യേകത ഹൈറ്റ് വരുന്നത് ഒരു സൈഡ് ഹൈറ്റ് ആയിരിക്കും. 90 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കൂ. ഇങ്ങനെ ഇരിക്കുന്ന ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇതാണ് ഇതിന്റെ ഹൈറ്റ്. ഈ താഴത്തെ വശത്തിന് നമ്മൾ ഇങ്ങനെ കുറച്ച് നീട്ടി വരയ്ക്കുക. എന്നിട്ട് ഇതായിരിക്കും നമ്മുടെ ഹൈറ്റ്. ഹൈറ്റ് വരുന്നത് പുറത്തായിരിക്കും കേട്ടാ. എന്നിട്ടോ ഇവിടം തൊട്ട് ഇവിടം വരെ വേണം നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കില്ല, ബേസ് ആയിട്ട് എടുക്കും. ആദ്യം ഉണ്ടായിരുന്ന ട്രയാങ്കിളിന്റെ ബേസ് തന്നെയായിരിക്കും ഇപ്പയുള്ള ട്രയാങ്കിൾ. നമ്മൾ നീട്ടി വരച്ചൊന്നും വിചാരിച്ച് ഈ സൈഡ് എടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ചോദ്യം, ആ പടം ഒന്ന് വരച്ചെടുത്ത എല്ലാവരും. ആദിത്യ പടം വരയ്ക്കോ?
വരച്ചു കഴിഞ്ഞോ? എ റെക്ടാങ്കുലർ ഗാർഡൻ. ശ്രദ്ധിച്ചു കേട്ടെ, ചോദ്യം ശ്രദ്ധിച്ചു കേട്ടെ. പടം വരയ്ക്കാനാ പറഞ്ഞുള്ളൂ കേട്ടാ. ഈ ചോദ്യം മുഴുവൻ ഇരുന്ന് കുത്തിയിരുന്ന് എഴുതണ്ട. ഞാൻ ഓൾറെഡി തന്ന ക്വസ്റ്റ്യൻ ബാങ്കിൽ ഈ ചോദ്യം ഉണ്ട് കേട്ടാ. എ റെക്ടാങ്കുലർ ഗാർഡൻ. റെക്ടാങ്കുലർ ഗാർഡൻ എന്ന് പറഞ്ഞാല് റെക്ടാങ്കിളിന്റെ ഷേപ്പിലുള്ള ഒരു പൂന്തോട്ടാണ് കേട്ടാ. പണ്ടൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ സ്കൂളിലെ, എന്റെ സ്കൂളിലെ ഞങ്ങൾക്ക് ഇപ്പം എന്താ പറയാ, സ്കൂളിൽ ഞങ്ങൾ ഗാർഡൻ ഉണ്ടാക്കുമായിരുന്നു. നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനെ ഓരോ ക്ലാസ്സുകാർക്ക് ഓരോ പൂന്തോട്ടം? ഇല്ല അല്ലെ? ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളില് ഓരോ ക്ലാസ്സുകാർക്കും ഓരോ പൂന്തോട്ടം. ഇപ്പൊ ഞാൻ 8ാം ക്ലാസ്സിലായിരുന്നപ്പോ 8ാം ക്ലാസ് A, B എന്ന് പറഞ്ഞ ഡിവിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എക്കാർക്ക് ഒരു പൂന്തോട്ടം, ബിക്കാർക്ക് ഒരു പൂന്തോട്ടം, അങ്ങനെ. ഓക്കെ. അപ്പൊ അതേപോലെ ഞങ്ങളുടെ സ്കൂളില് ഒരു ഗാർഡൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇതുണ്ടാക്കുക പ്രകർഷേ കഴുത്തിന് വല്ലതും പറ്റിയാ? അല്ല, കൈ ഇങ്ങനെ താങ്ങൂടത്തിരിക്കണേ. ഞാൻ വെച്ചു കഴുത്തിന് എന്തോ പറ്റിയത്. അപ്പോ ഒരു റെക്ടാങ്കിൾ ഷേപ്പില് ഒരു പൂന്തോട്ടം ഉണ്ടാക്കാണ് കേട്ടാ. ഓക്കെ അല്ലേ? അപ്പോ സ്കൂളിലെ പ്രിൻസിപ്പൾ പറഞ്ഞു, പ്രിൻസിപ്പൾ ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ഷേപ്പില്, അതായത് ഒരു ഇത്രയും സ്ഥലം റെക്ടാങ്കിൾ ഷേപ്പില് സ്ഥലം തന്നു. എന്നിട്ട് പറഞ്ഞു അവിടെ നിങ്ങൾ പൂന്തോട്ടം ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞ് ഞങ്ങൾക്ക് തന്നു. മനസ്സിലായ? ആ ഗാർഡനിന്റെ നീളം എന്ന് പറയുന്നത് 20 മീറ്ററും വീതി എന്ന് പറയുന്നത് 8 മീറ്ററുമായിരുന്നു. നീളം 20 മീറ്ററും വീതി 8 മീറ്ററും. അങ്ങനെയാണെങ്കിൽ ആ റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ഇതാണല്ലോ മൊത്തം ഗാർഡൻ ഉണ്ടാക്കിയേക്കുന്ന സ്ഥലം അല്ലെ? ഇതല്ലേ മൊത്തം ഗാർഡൻ ഉണ്ടാക്കിയേക്കുന്ന സ്ഥലം. അർജുന് മനസ്സിലാവുണ്ടോ പറയണേ? റസിനെ, റസിൻ, അലി റസിൻ. അപ്പോ റെക്ടാങ്കിൾ ഷേപ്പിലാണ് നമ്മുടെ ഗാർഡൻ തന്നേക്കുന്നത്. ഈ ഗാർഡന്റെ നീളം എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്, വീതി എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. അപ്പോ ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല, റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കേട്ടാ. റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. മീൻസ് ഓഫ് ഇവിടെ നമ്മുടെ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ, അതായത് ഗാർഡൻ ഉണ്ടാക്കാൻ തന്നിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ വരും? ആദ്യത്തെ ചോദ്യം അതല്ലേ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദി ടോട്ടൽ ഏരിയ ഓഫ് ദ ഗാർഡൻ? ഈ ഗാർഡനിന് മുഴുവനുമായി എടുത്തേക്കുന്ന ഏരിയ എത്രയാണ്? അപ്പൊ ഇവിടുത്തെ നീളം ഇൻറ്റു ഇവിടുത്തെ വീതി, അപ്പൊ 20 ഇൻറ്റു 8 അല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഗാർഡൻ. ഏരിയ ഓഫ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20 ഇൻറ്റു 8, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 160 ആണ് കേട്ടാ. 160 മീറ്റർ സ്ക്വയർ. ഏരിയ എപ്പോഴും എഴുതുമ്പോ നമ്മള് യൂണിറ്റിന്റെ സ്ക്വയർ എഴുതണം കേട്ടില്ലേ? മീറ്റർ സ്ക്വയർ 160 മീറ്റർ സ്ക്വയർ. ഇത് വേണമെങ്കിൽ ഇൻറ്റു ചെയ്ത് നോക്കിക്കോ, 160 ആണ് കിട്ടുക. മനസ്സിലായില്ലോ എല്ലാവർക്കും ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ? രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ്. എന്നിട്ട് ഈ ഗാർഡനില് പലതരത്തിലുള്ള ചെടികൾ നട്ടിട്ടുണ്ട് അല്ലെ? റോസ്, മാരിഗോൾഡ്, ഓർക്കിഡ്, തുളസി. ഏതാ? 4 എണ്ണം. മാരിഗോൾഡ്, റോസ്, ഓർക്കിഡ്, തുളസി. ഈ 4 സാധനങ്ങളാണ് നട്ടിട്ടുള്ളത്. ഈ 4 എണ്ണത്തിന് വേണ്ടിയിട്ടുള്ള ഏരിയകൾ ഓരോന്ന് കാണണമായിരിക്കും. നോക്കാം. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദ ലാൻഡ് വെർ മാരിഗോൾഡ് ഇസ് പ്ലാന്റഡ്? മാരിഗോൾഡിന് വേണ്ടി എടുത്ത സ്ഥലം എത്രയാണ്? മാരിഗോൾഡ് എന്ന് പറയുന്നത് ഏതാടാ? ഈ ഒരു ത്രികോണം കേട്ടാ. ഇത്രയും ഭാഗമാണ് മാരിഗോൾഡിന് വേണ്ടി എടുത്തത്. ഓക്കെ. അപ്പൊ മിസ് ആ മാരിഗോൾഡിന്റെ മാത്രം ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഇങ്ങനെ വരും മാരിഗോൾഡിന്റെ പോർഷൻ അല്ലെ? ഇതെന്താണ് ഷേപ്പ്? റെക്ടാങ്കിൾ ആണോ, ട്രയാങ്കിൾ ആണോ, സർക്കിൾ ആണോ, സ്ക്വയർ ആണോ? എന്താ ഈ സാധനം? എന്താണ് ഈ സാധനം?
ആ വെരി ഗുഡ്. ആ അൽസ സ്പെഷ്യലി മെൻഷൻ ചെയ്തിരുന്നു. ഏതാ സാധനം ഇത് അൽവിന? ഹലോ, ഈ മാരിഗോൾഡ് നട്ടേക്കുന്ന സാധനം എന്താ? ട്രയാങ്കിൾ ആണോ, സ്ക്വയർ ആണോ, റെക്ടാങ്കിൾ ആണോ, സർക്കിൾ ആണോ? ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഏതാ? എന്താ പ്രത്യേകത? മനസ്സിലായില്ല. ട്രയാങ്കിളിന്റെ പ്രത്യേകത ഞാൻ ചോദിച്ചു. ട്രയാങ്കിളിന്റെ പ്രത്യേകത അതായത് ട്രയാങ്കിളുകൾ പലതരത്തിലുണ്ടല്ലോ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണോ? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? 3 സൈഡും ഒരേപോലെ ആണെങ്കിൽ അത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ? 3 സൈഡും ഒരേപോലെയാണോ ഇരിക്കണേ? ഒരു മിനിറ്റ് കേട്ടോ. പറ. മീറ്ററാ? ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു റെക്ടാങ്കിൾ ഇല്ലേ, ഒരു റെക്ടാങ്കിള്. ഈ റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ എല്ലാ ആംഗിളുകളും 90 ഡിഗ്രി ആയിരിക്കും. റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്താ? എല്ലാ ആംഗിളുകളും 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ വെച്ചിട്ട് ഒരു കോർണറിൽ നിന്ന് ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തെടുത്തേക്കാണ് നമ്മൾ അല്ലെ? അപ്പോ ഈ കട്ട് ചെയ്തതിനകത്ത് 90 ഡിഗ്രി പെടില്ലേ? അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചാ? പ്രാർത്ഥനയ്ക്ക് മനസ്സിലായ? ഒരു റെക്ടാങ്കിൾ ആയിരുന്നു അത്. അതിന്റെ കോർണറിൽ നിന്ന് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞപ്പം ഇതും 90 ഡിഗ്രി വന്നു. ഇനി അൽവിനയ്ക്ക് പറയാൻ പറ്റുമോ ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത? 90 ഡിഗ്രി വന്ന ട്രയാങ്കിളിന്റെ പേരെന്താ? ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്താ ആൻഡ്രിയ പറഞ്ഞേ? യെസ്, വെരി ഗുഡ്. റൈറ്റ് ആംഗിൾ. ആ ഓക്കേടാ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ആ ട്രയാങ്കിളിന് വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ നമ്മുടെ ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നമുക്ക് ആകെപ്പാട് അറിയുന്ന വശം ഏതാ? 3 മീറ്റർ. ഈ ഒരു വശം മാത്രമേ അറിയുള്ളൂ. DE കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇവിടെ നോക്കിയേ. ഈ ഒരു സൈഡ് മുഴുവൻ എത്രയാണെന്ന് നമ്മളോട് ചോദ്യത്തിൽ ആദ്യം തന്നിട്ടുണ്ടായിരുന്നത്? ഈ ഒരു സൈഡ് മുഴുവൻ 20ഉം ഈ ഒരു സൈഡ് മുഴുവൻ 8ഉമാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? ലെങ്ത് 20ഉം ബ്രെഡ്ത്ത് 8ഉമാണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആ 20ൽ നിന്ന് നമുക്ക് ഇപ്പുറത്തുള്ള 16 മീറ്റർ കളഞ്ഞാല് ഇവിടത്തെ കിട്ടും. മനസ്സിലായ? ഈ സൈഡ് മുഴുവൻ D തൊട്ട് C വരെ 20 മീറ്റർ ആയിരുന്നു. അതിനകത്ത് ഇവിടെ E വന്നു. E തൊട്ട് C വരെ 16 മീറ്റർ ആണ്. അങ്ങനെ ബാക്കി എത്ര ഉണ്ടാവും മക്കളെ? 20ൽ നിന്ന് 16 കുറച്ചാ പോരെ? ആരൊന്ന് മനസ്സിലായ? ഓക്കെ, അപ്പൊ ഈ സൈഡ് 4 മീറ്റർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതൊന്നല്ല വേണ്ടത്. നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ മാരിഗോൾഡ് നട്ടിട്ടുള്ള സ്ഥലത്തിന്റെ ഏരിയ വേണം. അപ്പൊ നമുക്ക് അതിനെ യെല്ലോ കളറിൽ എഴുതാം. ഏരിയ ഓഫ് മാരിഗോൾഡ്. മാരിഗോൾഡിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും? എങ്ങനെ കണ്ടുപിടിക്കുക? ട്രയാങ്കിൾ അല്ലേ? അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് എന്താ?
മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഈ ലൈനാണ് ഇവിടെ 90 ഡിഗ്രി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് സൈഡിലാണോ 90 ഡിഗ്രി ഉണ്ടാക്കിയത് ആ സൈഡായിരിക്കും ബേസ്. 90 ഡിഗ്രി ഉണ്ടാക്കി ലൈൻ ആയിരിക്കും ഹൈറ്റ്. മനസ്സിലായോ? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ, ഒന്നുകൂടി ശ്രദ്ധിച്ചേ, ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് ആണെങ്കിൽ അതിന്റെ ഇതിനകത്ത് നോക്കി ഈ 90 ഡിഗ്രി ഉണ്ടാക്കിയേക്കാണല്ലോ ഇവിടെയും ഇവിടെ ഈ രണ്ട് സൈഡുകളല്ല 90 ഡിഗ്രി ഉണ്ടാക്കിയത്. അതിൽ ഇതായിരിക്കും ഹൈറ്റ്, ഇതായിരിക്കും ബേസ്. അപ്പൊ ഇവിടത്തെ കേസില് 90 ഡിഗ്രി ഉണ്ടായിരിക്കുന്നത് മുകളിലായതുകൊണ്ട് മുകളിലത്തെ ഞാൻ ബേസും ഈ 4നെ ബേസും 3നെ ഹൈറ്റും ആയിട്ട് എടുത്തു. മനസ്സിലായോ? ആ അപ്പൊ 1/2 ഇൻറ്റു 4 ഇൻറ്റു 3 എന്താ? 12. 1 ഇൻറ്റു 12 12. 12/2 6. 6 മീറ്റർ സ്ക്വയർ. മനസ്സിലായ? മാരിഗോൾഡ് നടാനായിട്ട് എടുത്ത ഏരിയ എന്തോരാ? 6 മീറ്റർ സ്ക്വയർ. ഇത് എഴുതിക്കോ വേഗം. കഴിഞ്ഞോ? അങ്ങനെ എഴുതാൻ മനസ്സ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ഹൗ മച്ച് മോർ ഏരിയ ഈസ് റോസ് പ്ലാന്റഡ് ദാൻ തുളസി? അതായത് തുളസിനേക്കാളും എത്ര ഏരിയ കൂടുതൽ റോസ് എടുത്തിട്ടുണ്ടെന്നാണ് ചോദ്യം. മനസ്സിലായ? തുളസിനേക്കാളും എത്ര ഏരിയ കൂടുതൽ റോസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിക്കില്ലേ, തുളസിയും റോസും രണ്ട് ടീച്ചർമാരാന്ന് വിചാരിക്കും, രണ്ട് കുട്ടികളാന്ന് വിചാരിക്കും. റോസ് എന്ന് പറഞ്ഞൊരു കുട്ടി, തുളസി എന്ന് പറഞ്ഞൊരു കുട്ടി. തുളസി ടീച്ചർ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ റോസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ, തുളസി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ. അപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണ്, റോസിനേക്കാളും അല്ല തുളസിനേക്കാളും എന്നല്ലേ, തുളസിനേക്കാളും എത്ര മാർക്ക് കൂടുതൽ റോസിന് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? രണ്ടും കൂടെ മൈനസ് ചെയ്യും അല്ലെ? ഇപ്പൊ തുളസിക്ക് കിട്ടിയേക്കുന്നത് 50-ല് 40 മാർക്കും റോസിന് കിട്ടിയേക്കുന്നത് 50-ല് 30 മാർക്കും വിചാരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എത്ര കൂടുതൽ ഉണ്ടെന്ന് അറിയാനായിട്ട് എന്താ ചെയ്യാ? 40-ന്ന് 30 കുറയ്ക്കും, 10 കൂടുതൽ അല്ലെ? അല്ലേടെ സ്റ്റെപ്പാരനെ? ആ അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾക്ക് ഇത് എന്ത് കണ്ടുപിടിക്കണം? തുളസിനേക്കാളും എത്ര ഏരിയ കൂടുതൽ റോസിന് എടുത്തിട്ടുണ്ടെന്ന് നോക്കണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് മൂന്നാമത്തെ ടാസ്ക് ആയിട്ട് എന്തൊക്കെ വേണം? തുളസിയുടെ ഏരിയയും വേണം, റോസിന്റെ ഏരിയയും വേണം. മനസ്സിലായോ? ആ അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? തുളസിയുടെ ഏരിയ കാണാനായിട്ട് തുളസിയുടെ ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് കേട്ടോ. FAB ഇതല്ലേ തുളസിയുടെ ഏരിയ? ആ തുളസിയുടെ ബേസ് എന്ത് വരും? ഇവിടെ 90 ഡിഗ്രി ആണ് കേട്ടാ, റെക്ടാങ്കിൾ അല്ലേ, ഇവിടെ 90 ഡിഗ്രിയാ. അപ്പൊ തുളസിയുടെ ബേസ് എന്ത് വരും? ഇവിടെ 20 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെയോ? ഇവിടെ 5 മീറ്ററും. അപ്പൊ ഏരിയ എങ്ങനെ കാണാ? ഏരിയ ഫോർ തുളസിക്കുള്ള ഏരിയ എത്രയായിരിക്കും? 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, എഴുതണ്ട, ആരും എഴുതാൻ ഞാൻ സമയം തന്നില്ലോ. അപ്പൊ 1/2 ഇൻറ്റു ബേസ് എന്താ ഇവിടെ? 20.
ആരെങ്കിലും എഴുതണ കണ്ടാ ഞാൻ 100 പ്രാവശ്യം എഴുതിപ്പിക്കും കേട്ടാ. കൃഷ്ണപ്രഭ അവിടെ എന്താ ചെയ്തോണ്ടിരിക്കണേ? ഹാഫ് ഇൻറ്റു 20 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് ഇവിടെ എന്താ 5. എല്ലാവർക്കും മനസ്സിലായോ പറഞ്ഞത്? തുളസിയുടെ ഏരിയ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഹാഫ് ഇൻറ്റു 20 ഇൻറ്റു 5 എന്താ 100 ആണ് കേട്ടാ. 1 ഇൻറ്റു 100 100. 100 by 2 50. 50 മീറ്റർ സ്ക്വയർ ആണ് തുളസിയുടെ ഏരിയ. മനസ്സിലായോ? തുളസിയുടെ ഏരിയ കാണാനായിട്ട് നമ്മൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എടുത്തു. ഹാഫ് ഇൻറ്റു 20 ഇൻറ്റു 5. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്ത് വേണം? റോസിന്റെ ഏരിയ വേണം അല്ലേ? അപ്പോ നമുക്ക് റോസിന്റെ പടം വരയ്ക്കാം. ഇതാണ് റോസിന്റെ സ്ഥലം, വലുത് അല്ലേ? അപ്പൊ റോസിന്റെ സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇവിടെ ഇ, ഇവിടെ സി, ഇവിടെ ബി. നോക്കിയേ, ഈ സി ബി എന്ന് പറയുന്നത് എന്താ? ഈ റെക്ടാംഗിളിന്റെ വശമല്ലേ? അപ്പൊ ഇത് 8 ആയിരിക്കും കേട്ടാ. ഈ വശം മൊത്തം 20ഉം ഈ വശം മൊത്തം 8ഉം അല്ലേ? അപ്പൊ ഈ റോസിന്റെ ഹൈറ്റ് എന്ത് വന്നു? ഇവിടെ 8 വന്നു. 8 മീറ്റർ. ഇത് 90 ഡിഗ്രി ആയിരിക്കും, കാരണം റെക്ടാംഗിളിന്റെ ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ഈ വശം 16 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏരിയ ഫോർ റോസ്. റോസിന് വേണ്ടിയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സെയിം ഫോർമുല, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു, ഞാൻ പറഞ്ഞു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടാ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ ഏരിയ കാണാനായിട്ട് ഒരെണ്ണം ബേസും ഒരെണ്ണം ഹൈറ്റും ആയിട്ട് എടുത്താൽ മതി. ഇൻറ്റു 16 ഇൻറ്റു 8. 16 ഇൻറ്റു 8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 128 by 2 എന്ന് വരും. 128 by 2 എന്താ? 64. 64 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പോ നമുക്ക് ഏരിയ ഓഫ് ദ തുളസിയുടെ ഏരിയ 50ഉം റോസിന്റെ ഏരിയ 64ഉം കിട്ടി. ആർക്കാ കൂടുതല്? തുളസിക്കാണോ റോസിനാണോ കൂടുതല്? റോസിനാണ് കൂടുതൽ അല്ലെ? എത്ര കൂടുതലുണ്ട്? 64ൽ നിന്ന് 50 മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നൊരു 14 കിട്ടും. അപ്പൊ നമുക്ക് എഴുതാം, റോസ് ഈസ് പ്ലാന്റഡ് 14 മീറ്റർ സ്ക്വയർ മോർ ദാൻ തുളസി. തുളസീനേക്കാളും 14 മീറ്റർ സ്ക്വയർ കൂടുതൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് റോസ്. ഇതും എഴുതണം കേട്ടോ. വേഗം എഴുതിക്കോ. കഴിഞ്ഞോ? അപ്പോ അടുത്ത ചോദ്യം നോക്കിയേ.
വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ലാൻഡ് ഇൻ വിച്ച് ഓർക്കിഡ് ഇസ് പ്ലാന്റഡ്? ഓർക്കിഡ് നട്ടേക്കുന്നത് എന്തോ സ്ഥലത്താണ്? അതെങ്ങനെ മക്കളെ കണ്ടുപിടിക്കുക? ഇപ്പൊ നമ്മൾ ഓരോന്നിന്റെയും കണ്ടുപിടിച്ചു അല്ലെ. തുളസിയുടെ കണ്ടുപിടിച്ചു. മൊത്തം ഏരിയ എത്രയാന്ന് കണ്ടുപിടിച്ചു? മുഴുവൻ ഏരിയ എത്രയായിരുന്നു? ടോട്ടൽ ഏരിയ എത്രയായിരുന്നു? ഓർമ്മയില്ലേ? മൊത്തം ഈ ഗാർഡനിന്റെ ഏരിയ എത്രയായിരുന്നു? 80 ഇൻറ്റു അല്ല 160 എത്രയായിരുന്നടാ? 20 ഇൻറ്റു 8 160 ആയിരുന്നു ടോട്ടൽ അല്ലേ? ആകെ മൊത്തം 160 ആയിരുന്നു. ഇതില് റോസ് എത്ര കൊണ്ടുപോയി? റോസ് എത്ര കൊണ്ടുപോയി? ആരാ പറഞ്ഞു തരിക? ആമിന പറഞ്ഞേ. റോസ് എത്ര ഏരിയ? റോസിന്റെ ഏരിയ നേരത്തെ ചെയ്തതല്ലേ നമ്മള്, നോക്ക്. റോസിന്റെ ഏരിയ 64. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ഇത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യാൻ റെക്ടാംഗിൾ ആണോ? ട്രയാംഗിൾ അല്ലേ? ട്രയാംഗിൾ ഏത് ഫോർമുല ചെയ്യണ്ടേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അടുത്തത് മാരിഗോൾഡ്. മാരിഗോൾഡിന് എത്ര കൊണ്ടുപോയത്? നിരഞ്ജന പറയൂ. നിരഞ്ജനേ അപ്പൊ കേൾക്കാൻ പറ. എത്ര? മാരിഗോൾഡിനാ? ആരാധ്യ ഡൗട്ടാണോ? ആൻസർ പറയാനാണെങ്കിൽ തുളസിക്ക് എത്രയാന്ന് പറഞ്ഞേ? എത്രയായിരുന്നു തുളസിക്ക്? തുളസിക്ക് 50 മീറ്റർ സ്ക്വയർ. ബാക്കിയുള്ളത് മുഴുവൻ ഓർക്കിഡിനായിരിക്കില്ലേ മക്കളെ? ആയിരിക്കില്ലേ? മൊത്തം 160 അതില് മാരിഗോൾഡ് കൊണ്ടുപോയി, റോസ് കൊണ്ടുപോയി, തുളസി കൊണ്ടുപോയി. അപ്പൊ ബാക്കി ഓർക്കിഡിന്റെ എത്രയായിരിക്കും? ഏരിയ ഫോർ ഓർക്കിഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 160 നിന്ന് എന്തൊക്കെ കുറച്ചാൽ മതി? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കുറയ്ക്കുക. 6 പ്ലസ് 64 പ്ലസ് 50. മനസ്സിലായോ പറഞ്ഞത്? ബാക്കിയുള്ളതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പൊ മൈനസ് 120. 40 മീറ്റർ സ്ക്വയർ. 40 മീറ്റർ സ്ക്വയർ ആണ് ഓർക്കിഡിന്റെ സ്ഥലം. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ എല്ലാവർക്കും? ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ട്.
ഈ നാലാമത്തെ മനസ്സിലാവാത്തവർ ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ഇത് ഓർക്കിഡിന്റെ, അതായത് ബാക്കിയുള്ള ആളുടെ കണ്ടുപിടിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ വീട്ടില് ഒരു 160 വേണ്ട, ഇപ്പൊ ഇത് തന്നെ ആലോചിച്ച് നോക്കുക. അതായത് മൊത്തം 160 മീറ്റർ സ്ക്വയർ ഉണ്ട് ഇതിന്റെ ഏരിയ. ഇതിനകത്ത് മാരിഗോൾഡിന് 6 പോയി, റോസിന് 64 പോയി, ഇവിടെ 54 പോയി. ബാക്കിയുള്ളത് ഫുൾ ഓർക്കിഡിനായിരിക്കില്ലേ? അപ്പൊ 160-ൽ നിന്ന് ഇതെല്ലാം കുറച്ചാൽ മതി. ഇത് ഓരോന്നോരോന്ന് കുറയ്ക്കുന്നതിന് പേരെ എന്ത് ചെയ്യാ, ഇതെല്ലാം കൂടെ കൂട്ടുക. 6ഉം 64ഉം 50യും കൂടി ആഡ് ചെയ്യാ, എന്നിട്ട് അത് ഈ ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്യാം. സമയറയ്ക്ക് മനസ്സിലായോ? മൂക്കിലാന പോയാ? മൂക്കിലാന പോയോന്ന്? എന്റെ നോട്ട് എനിക്കൊന്ന് കാണണം കേട്ടാ. അടുത്ത ആക്ടിവിറ്റി, ഈ പടം വരച്ചെടുത്ത മക്കളെ. പടം വരച്ചു കഴിഞ്ഞാ? ഓക്കെ. ഇവിടെ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞേക്കെ, ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ശ്രദ്ധിക്കേ, ഇവിടെ ശ്രദ്ധിക്കേ, ഇവിടെ ശ്രദ്ധിക്കാൻ പറഞ്ഞ പിന്നെ ആരും എഴുതാൻ നിൽക്കണ്ടാ. ഇവിടെ നോക്കിയ എല്ലാരും ഒന്ന് നേരെ എഴുന്നേടാ മക്കളെ. ചാഞ്ഞ് ചെരിഞ്ഞ് കിടന്ന് തലയ്ക്ക് തൂണ് കൊടുത്ത്. ഇനി ഈ ദേവാംശ, ദേവാമൃത്, ദേവദർശിനിയൊക്കെ ഞാൻ വീട്ടിൽ വന്ന് എണീപ്പിക്കണായിരിക്കും. നിങ്ങളുടെ വിചാരം എന്താ, നിങ്ങളൊന്നും കാണാൻ പറ്റില്ല എന്നാ? എല്ലാവരും ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചാടാ. എങ്ങനെയാ ഫോൺ വെക്കണ്ടേ? ഇനി മേലാക്കം എന്നെ കൊണ്ട് പറയിപ്പിച്ചാലേ എന്റെ സ്വഭാവം മാറും. ഫോൺ ഇങ്ങനെ ചേച്ചി വെച്ച ലാൻഡ്സ്കേപ്പില്. ഇനി ഞാൻ പേര് വിളിക്കണ, നിഹാരിക, ആൻഡ്രിറ്റ. നിഹാരിക്ക് ചെവി കേൾക്കാനും പറ്റണില്ലേ? മോനെ ലാൻഡ്സ്കേപ്പിൽ വെച്ചിട്ടുണ്ടാ? ഇതെന്താപ്പാ കേൾക്കണ പോലും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ പേര് വിളിക്കാന്നാ. നീ ഏബിള് ലാൻഡ്സ്കേപ്പിൽ വെച്ചിട്ട് ഫോൺ ഓട്ടോ റൊട്ടേഷൻ മോഡ് ഓൺ ചെയ്തേ. നിസാനി, ഓട്ടോ റൊട്ടേഷൻ ഓൺ ചെയ്യാണ്ട് ലാൻഡ്സ്കേപ്പ് ആവില്ല കേട്ടാ. ദ്വീപ് ഏത് യൂണിവേഴ്സിലെപ്പോ? വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട കേട്ടാ, ആരും വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇടണ്ട. ഗൗതം ആൻഡ് പാർവതി വീഡിയോ ഓൺ ചെയ്തേ.
സരിത ടീച്ചറെ, എത്ര പേര് ഇൻഫോംഡ് ആണ് വീഡിയോ ഓഫ് ചെയ്യുന്നത്? ആ ഇവിടെ ഇപ്പോ 1 2 3 4 5 6 7 8 9 10 പേര് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നുണ്ട്. ഇത്രയും പേര് ഇൻഫോംഡ് ആണോ? നിങ്ങളെയൊക്കെ വലിയ VIP പരിഗണനയായിരിക്കും അല്ലെ? എല്ലാ ദിവസവും അങ്ങോട്ട് പേര് വിളിച്ച് ഞങ്ങൾ ഓണാക്കിപ്പിച്ചാലാ ശരിയാവുള്ളൂ. ദേവന 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 എങ്ങനെയാ ഫോൺ വെക്കണ്ടേ? ആ ഫഹദ്, സഫിൽ, നേഹ, സലീം, ദനീന, സാൻവി, അന്ന, ജോയൽ, ജോഷുവ, അദ്വൈത് ഇവരൊക്കെ എന്താ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നെന്താ? ഒരു 2 മിനിറ്റ് ഞാൻ നോക്കൂട്ടോ, എന്നിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ ഞാൻ എടുത്ത് പുറത്താക്കും. ഓക്കെ, അപ്പൊ ഇൻഫോംഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് വന്നിട്ടുണ്ട്. പുറത്താക്കാട്ടോ ബാക്കിയുള്ളവരെ. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങോട്ട് നോക്കി മക്കളെ, നമുക്ക് ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. നിങ്ങൾക്ക് ഈ റെക്റ്റാങ്കിളും ട്രയാങ്കിളും മാറിപ്പോയത് കേട്ടാ. നമുക്ക് ആദ്യം തന്നെ നോക്കി, ഇവിടെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ റെക്റ്റാങ്കിളിന്റെ പേര് ABCD. ഓക്കെ, ഇത്രയും കാര്യം എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഇവിടെ നോക്ക്, ഫോട്ടുമായി എന്റെ മൂത്ത് നോക്കി. നോക്കി, റെക്റ്റാങ്കിളിന്റെ പേര് ABCD എന്നാണ് കേട്ടാ. ഇതിന്റെ ഈ ബേസ് 20 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് കൂടാതെ ആദിത്യ എണീറ്റു തീരുന്നേ, അത് കൂടാതെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ 80 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്നും തന്നിട്ടുണ്ട്. എന്താണ് റെക്റ്റാങ്കിൾ ഏരിയ? 80 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് റെക്റ്റാങ്കിളിനെ കുറിച്ചാട്ടാ. റെക്റ്റാങ്കിളിന്റെ ലെങ്ത്, ഇത് നീളമല്ലേ, നീളം ലെങ്ത് 20 സെന്റിമീറ്റർ. ആരും എഴുതണ്ട, അവിടെ ശ്രദ്ധിക്കൂ. റെക്റ്റാങ്കിളിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണെന്നും ബ്രെഡ്ത്ത്, ഇത് നമുക്ക് അറിയാമോ? ബ്രെഡ്ത്ത് അറിയോ? അറിയില്ല. ബ്രെഡ്ത്ത് നമുക്ക് അറിയാൻ പാടില്ല. പിന്നെ അറിയാവുന്നത് ഏരിയ എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് മാത്രമേ നമുക്ക് അറിയാൻ പാടുള്ളൂ. കേട്ടാ? ശ്രദ്ധിക്കണ്ടോ? ആദിത്യക്ക് മനസ്സിലാവണ്ടോ? റെക്റ്റാങ്കിളിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്, വീതി നമുക്ക് അറിയാൻ പാടില്ല, ഏരിയ 80 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വീതി കണ്ടുപിടിക്കണം കേട്ടാ. വീതി കണ്ടുപിടിച്ച പിന്നെ അങ്ങോട്ട് എളുപ്പാ. എല്ലാരും ശ്രദ്ധിച്ചോ? ഈ ബ്രെഡ്ത്ത് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഏരിയനെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഏരിയനെ ലെങ്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, കാരണം എന്താ? ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും. ബ്രെഡ്ത്ത് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ ലെങ്ത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത് വരും. ക്ലിയർ അല്ലേ? ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത്. അപ്പൊ നമുക്ക് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 80/20 ചെയ്താൽ മതി. 0യും 0യും വെട്ടിപ്പോ 8/2 എന്താ? 4. മനസ്സിലായോ? ദേവ് അജയ്, അമ്മയ്ക്ക് മനസ്സിലായോ മോളെ? അപ്പോ ആദ്യത്തെ ചോദ്യം നമ്മുടെ അതായിരുന്നു. എന്താണ്? ഒരു റെക്റ്റാങ്കിളിന്റെ, ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ 80 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിന്റെ വീതി എന്താണ്? ലെങ്ത് ഓഫ് ദ ലെങ്ത് ഓഫ് AD. ADയുടെ നീളം എന്താണെന്നാണ് ചോദ്യമായിരുന്നേ. അപ്പൊ ഇത്രയ്ക്ക് മനസ്സിലാവുണ്ടോ പറയണേ? അപ്പൊ AD നമുക്ക് എത്രയാന്ന് കിട്ടി? 4 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി കേട്ടാ. അപ്പൊ ആദ്യം അത് എഴുതി വെച്ച എല്ലാവരും.
സഞ്ജയുടെ എഴുതി കഴിഞ്ഞാ? സഞ്ജയ് മോഹൻ എഴുതി കഴിഞ്ഞോടാ? അക്ഷര അക്ഷര കിടന്നിട്ടാണോ ക്ലാസ് കേൾക്കണേ? എന്താ? ആ അൽസ, നമ്മുടെ ചോദ്യം ലെങ്ത് കണ്ടുപിടിക്കാനല്ല, ലെങ്ത് ഓഫ് എ ഡി ആണ് ചോദിച്ചത്. എ ഡിയുടെ നീളം കണ്ടുപിടിക്കാനാ. എ ഡിയുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? അതാണ് വിഡ്ത്. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിച്ച 4. ഇതെല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞേ. ക്ലിയർ അല്ലേ? വേദിക വേദിക ഓക്കെ, അപ്പൊ നമുക്ക് നോക്ക് മക്കളെ, നമുക്ക് ഈ റെക്ടാംഗിളിന്റെ എ ബി എന്ന് പറയുന്ന വശം 20 ആണ്. ഈ വീതി എന്ത് വരും? ഈ എ ഡി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. എ ഡി 4 ആണെങ്കിൽ ഈ ബി സി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? എന്ത് തന്നെയായിരിക്കും? ഫാത്തിമ റിയ, ഫാത്തിമ റിയ, ഇത് 4 ആണെങ്കിൽ ഈ ബി സി എന്തായിരിക്കും? നിങ്ങളെയൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യിപ്പിക്കാൻ എന്താ പാട്? എ ബി എ ഡി 4 ആണെങ്കിൽ ബി സി എന്തായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം എന്താ? റെക്ടാംഗിളിലെ രണ്ട് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ എ ഡിയും 4 ബി സിയും 4. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ. നമ്മുടെ ചോദ്യത്തിനകത്ത് തന്നിട്ടുണ്ട് എ ഡിയും ഡിഇയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിഇ എന്തായിരിക്കും വേദിക? വേദിക, ഡിഇ എന്തായിരിക്കും? ഡിഇ എന്താ കാരണം? എന്താ കാരണം? ഒരു കാരണമില്ല, വെറുതെ അങ്ങോട്ട് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാ 4 പറഞ്ഞേ? എന്നാ 5 6 ഒക്കെ പറയാൻ വേണ്ടായിരുന്നില്ലേ? അങ്ങനെ വല്ല റൂളും പഠിച്ചിട്ടുണ്ടാ? അങ്ങനെ നമ്മളെ കണ്ടപ്പോ ഉള്ളത് പറയാൻ പറ്റില്ല. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഞാനത് പറഞ്ഞപ്പോ അവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇനി ഞാൻ വിളിച്ചത് കേട്ടാ. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എ ഡിയും ഡിഇയും ഈക്വൽ ആണെന്ന്. എ ഡിയും ഡിഇയും ഈക്വൽ ആണെന്നേ ചോദ്യത്തിൽ ഇവിടെ തന്നിട്ടുണ്ട്. എ ഡി ഈക്വൽ ടു ഡി, കണ്ടാ? ആ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ 4 ആണെങ്കിൽ, ഇവിടെ 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 4 സെന്റിമീറ്റർ ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലായോ അത്? ഡിയോൺ, നന്ദോപിന് മനസ്സിലായില്ലടാ? ഓക്കെ,
അപ്പൊ ഇത് 4 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് വീണ്ടും തിരിച്ചു പോകാം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ എഫ്? എ ഇ എഫ് എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏതാ? എ ഇവിടെ, ഇ ഇവിടെ, എഫ് ഇവിടെ. അപ്പൊ തന്നെ ഈ ട്രയാങ്കിളിന് മൊത്തത്തിലുള്ള ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ, ഈ ട്രയാങ്കിൾ ഏരിയ കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? അരീഫ, 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 ആ വീഡിയോ ഓൺ ചെയ്യും, വീഡിയോ ഓൺ ചെയ്യും. ഈ ട്രയാങ്കിൾ, അതായത് ഇങ്ങനെ ചിരിച്ചിരുന്ന് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? എ എഫ് ഇ എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏരിയ എങ്ങനെ കാണും? ഏതാ ഏരിയ? എന്ത് വീഡിയോ ഓൺ ചെയ്യാതെ? എന്താണ് 8 സെന്റിമീറ്റർ? ഞാൻ ചോദിച്ചത് കേട്ടോ, ഈ ട്രയാങ്കിളിലെ ഏരിയ എങ്ങനെ കാണുന്ന ചോദിച്ചത്. ഏരിയ 1/2 ഇൻറ്റു എൽ ഇൻറ്റു ബിയോ? അങ്ങനെയാണോ പഠിച്ചത്? വൺ ബൈ ടു ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്താ? ബേസ് ഇതില് ബേസ് ഏതാ മോനെ? ബേസ് അരീഫയ്ക്ക് ഈ ഫിഗറിനകത്ത് ഞാൻ ഈ പറഞ്ഞ ട്രയാങ്കിൾ ഏതാന്ന് മനസ്സിലായോ? ഈ വെള്ള കളറിൽ ഞാൻ വരയ്ക്കുന്ന ട്രയാങ്കിൾ ആണ് ഞാനിപ്പോ ചോദിച്ച ട്രയാങ്കിൾ. ബേസ് ആയിട്ട് ഏത് എടുക്കണം എന്നാ ഞാൻ പറഞ്ഞത്? ഇയും എഫും ആണോ ബേസ് ആയിട്ട് വരിക? ഇനി ഏതെങ്കിലും പറയാനുണ്ടോ? അതുകൂടി പറഞ്ഞോ. നമ്മള് ട്രയാങ്കിളിന്റെ ബേസ് ആയിട്ട് എടുക്കേണ്ടത് എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ലൈൻ വന്നിട്ടുണ്ട്. മനസ്സിലായാ? 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ലൈനിനെയാണ് നമ്മൾ അതിന്റെ ഹൈറ്റ് എന്ന് വിളിക്കുക. അത് മനസ്സിലായല്ലോ? അരീഫയ്ക്ക് വേണ്ടിയിട്ടാണ് പറയണേ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ഈ ലൈൻ ആണ് ഹൈറ്റ്. ആ ലൈൻ വന്ന് വീണേക്കുന്ന വശം മുഴുവനുമാണ് അതിന്റെ ബേസ്. മനസ്സിലായോ? അപ്പൊ ബേസ് എന്താന്നൊന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ബേസ് ഇതിനകത്ത് എത്രയായിരിക്കും? 8 ആയിരിക്കും നമ്മുടെ ബേസ്. കാരണം ഇത് മുഴുവൻ വരും അല്ലെ. 4 + 4 8. പിന്നെയോ ഹൈറ്റ് എന്തായിരിക്കും? ഹൈറ്റ് 4 ആണ്. ഇനി ചെയ്തോ. 8 × 4 32. 32/2 16 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കേട്ടാ. ഇതെല്ലാരും എഴുതിയെടുത്തേ.
വേദികയുടെ എഴുതി കഴിഞ്ഞോ? മതിയാട്ടിത് ഒന്ന് കാണിച്ചോട്ട്. മിണ്ടട്ടാ കാണിച്ചേ. പടം എവിടെ? ചോദ്യം എവിടെ? ചോദ്യത്തിന്റെ പടം എവിടെ? അതാണോ ചോദ്യത്തിന്റെ പടം? ആ മുകളിലുണ്ട്. മൂന്നാമത്തെ ചോദ്യം നമുക്കിതേ BCG എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, കാരണം റെക്ടാങ്കിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തും എന്ത് തന്നെയായിരിക്കും? ഇതും 90 ഡിഗ്രി തന്നെയായിരിക്കും. ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ അപ്പുറത്തും 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പോ അപ്പുറത്തും ഇപ്പുറത്തും 90 ഡിഗ്രി ആണ്. ഇവിടെ നോക്കിയേ, ഇഫ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ BCG, ഈ ട്രയാങ്കിളിന്റെ ഏരിയ 6 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് CG എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. മനസ്സിലായോ? ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ 6 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് തന്നേക്കുക. അപ്പൊ നമുക്ക് എഴുതാം ഏരിയ ഓഫ് ട്രയാങ്കിൾ BCG. ഇപ്പൊ എഴുതണ്ട കേട്ടാ, ഈക്വൽ ടു 6 സെന്റിമീറ്റർ സ്ക്വയർ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ് തന്നിരിക്കുന്നത്? 6 സെന്റിമീറ്റർ സ്ക്വയർ. ട്രയാങ്കിൾ ഏരിയ കാണാനുള്ള ഫോർമുല എന്തെന്നാ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 6 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബേസ് നമുക്ക് അറിയില്ല അല്ലെ, അതാണ് CG. അത് കണ്ടുപിടിക്കണം. ഹൈറ്റ് എത്രയാ? ഹൈറ്റ് 4 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഹാഫ് ഇൻറ്റു ബേസ് അറിയില്ല, അത് CG ആണ്, ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 6. CG അവിടെ നിൽക്കട്ടെ. 1 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1 ഇൻറ്റു 4 എന്ന് പറയുന്നത് 4. 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു CG ഇസ് ഈക്വൽ ടു 6. ഈ 4ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 2 വരും. 2 ഇൻറ്റു CG ഇസ് ഈക്വൽ ടു 6. CG എന്ന് പറയുന്നത് 6/2, അപ്പൊ 3 സെന്റിമീറ്റർ വരും. CG എത്രയാ? 3 സെന്റിമീറ്റർ കേട്ടാ. എന്താണ് ഏഞ്ചലെ? ആ ഒന്നും കേക്കണില്ലല്ലോ. കേക്കണില്ല. എന്താണ് തോമ്പ?
മനസ്സിലായില്ല ഒന്നുകൂടി പറഞ്ഞേ. ആ അതെ സെയിം ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. പറയാത്തോടത്തോളം കാലം അവര് വേറെ ആയിരിക്കും. ആ അത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളതല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നിനക്ക് വന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് ട്രയാങ്കിളും ഒരേപോലെ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇവിടെ 4 ഇവിടെ 4ഉം പിന്നെ ഇത് 3യും ഇത് 3യും ആവും. അല്ല ഇത് 4 ആണെങ്കിൽ ഇത് 4 എന്ന് നമ്മൾ ചിലപ്പോ എഴുതാം ഈക്വൽ ആണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഈക്വൽ ആണെന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. തെളിവില്ലാണ്ട് നമ്മളൊന്നും വിചാരിക്കാൻ പാടില്ല. നമ്മളോട് പറയാത്ത സ്ഥിതിക്ക് നമുക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. ക്ലിയർ ആയില്ലേ? എന്താണ് ഏഞ്ചലെ കേക്കണില്ല കേട്ടാ. ചാറ്റ് ബോക്സിലൊന്നും ഇടാമോ? ആ ഗോഡ്വിൻ പറഞ്ഞെന്തേ? ഓക്കെ കൺഗ്രാറ്റുലേഷൻ ടാ. അതുണ്ടാവൂലോടാ. അടുത്തത് വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഫിഗർ. നമ്മുടെ ഫിഗറിന്റെ മൊത്തത്തിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ഫിഗറിന്റെ മൊത്തത്തിലുള്ള ഏരിയ കാണണം. ഫിഗറിന്റെ ടോട്ടൽ ഏരിയ എങ്ങനെ നമുക്ക് കാണാൻ പറ്റുക? ഈ ഫിഗറിന്റെ മൊത്തമുള്ള ഏരിയ എങ്ങനെ നമ്മൾ കാണുക? ഇവിടെ നോക്കിയേ, ഒന്നാമത്തത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ? ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കൂട്ടണം? ഈ ട്രയാങ്കിളിന്റെ ഏരിയ വേണ്ടേ? അതായത് ഈ മുഴുവൻ ഏരിയ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ AFE എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് ഏരിയ ഓഫ് ഈ റെക്ടാങ്കിളിന്റെ ഫുൾ ഏരിയ കാണാം വേണ്ടേ? അപ്പോ ഏരിയ ഓഫ് റെക്ടാങ്കിൾ ABCD പിന്നെയോ പ്ലസ് മൂന്നാമത്തെ ഈ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ BCG. ഇത്രയും മനസ്സിലായോ? ഈ 3 ഏരിയകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം ഫിഗറിന്റെ ഏരിയ കിട്ടില്ലേ? അപ്പൊ ആദ്യത്തെ ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരുന്നു? നമ്മളിവിടെ കണ്ടുപിടിച്ചായിരുന്നല്ലോ 16. റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരുന്നു? അത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 80. ഇതിന്റെ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ 6 ആണെന്നും തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കൂട്ടാം. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരുന്നു? 16. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ 80 ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഏരിയ ഓഫ് ട്രയാങ്കിൾ BCG എന്ന് പറയുന്നത് 6 ആണെന്നും തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടി കൂട്ടുമ്പോ എന്ത് വരും? 102. ശരിയല്ലേ? ശരിയല്ലേ ആൻഡ്രിയ? നമ്മുടെ എഴുതിക്കേ വേഗം. ജോയൽ ജോഷുവ, നിങ്ങളുടെ ക്യാമറ ഓൺ ആവുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? എനിക്ക് മനസ്സിലായി. ജോസഫിന് എന്താണ്?
റസ്കയ്ക്ക് എന്താ എവിടെ ഇതുവരെ മനസ്സിലായോ? 4ഉം 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 4 വരും. പിന്നെ താഴെ 2 ഉണ്ട്, CG ഉണ്ട്. അപ്പൊ 2 × CG = 6 എന്ന് വന്നു. ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്ത് വരും? 2 × ആയിരുന്നു, അങ്ങോട്ട് പോകുമ്പോ എന്ത് വരും? 6 ÷ 2 ചെയ്തപ്പോ 3 വന്നു. അടുത്ത ചോദ്യം നോക്കിയേ. In the figure, ABCD is a rectangle of 14 centimeter. Okay, ABCD എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കിൾ ആണ്. അതിന്റെ ഏരിയ എന്താ? 14 സെന്റിമീറ്റർ. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ റെക്ടാങ്കിളിന്റെ, അതായത് ABCD എന്ന് പറയുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഇത് മൊത്തം 40. എന്താ ഞാൻ പറഞ്ഞേ? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ അല്ലല്ലോ തന്നേക്കുന്നേ. ABCD is a rectangle of 40 centimeter length and 8 centimeter breadth. ഇതിന് നീളം 14 സെന്റിമീറ്ററും വീതി 8 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി AF = 3 സെന്റിമീറ്റർ തന്നേക്കുക. എന്താണ് AF? ഇവിടം വരെയുള്ള ഭാഗം, A തൊട്ട് F വരെ 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഫൈൻഡ് ദ ഏരിയ ഓഫ് റെക്ടാങ്കിൾ ABCD. ഇത് പറയാത്തവന്മാരെ ഞാൻ ഇന്ന് ശരിയാക്കി തരണ്ട്. ഗോഡ്വിൻ പറഞ്ഞടാ, റെക്ടാങ്കിൾ ABCD ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? റെക്ടാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറഞ്ഞാൽ മതി. നീ എന്തിനു വീഡിയോ ഓഫ് ചെയ്യണേ? ഗോഡ്വിനോട് ആരാധി പറഞ്ഞേ, റെക്ടാങ്കിൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? വെരി ഗുഡ്. ഏരിയ ഓഫ് റെക്ടാങ്കിൾ ABCD എന്ന് പറയുന്ന റെക്ടാങ്കിൾ, അതിനെ ഇങ്ങനെ വരയ്ക്കാം അല്ലെ. ഇതിന് നീളം എത്രയോ തന്നായിരുന്നേ? 14 8. എങ്ങനെ കാണാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ എത്ര വരും? 14 × 8. എത്ര മക്കളെ? ചെയ്തോ? ² സെന്റിമീറ്റർ ആണോ കിട്ടിയത്? അമേഘ ചെയ്ത് നോക്കിയാ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ BCE. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? BCE എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇതാണ് കേട്ടാ. നോക്കിയേ, ഇതാണ് BCE എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇതിന്റെ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ 8 ആണെങ്കിൽ ഇവിടെയും 8 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. റെക്ടാങ്കിളിന്റെ രണ്ട് സൈഡുകൾ ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ അവിടെ 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 8 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നോക്കിയേ,
ഇവിടെ 8 സെന്റിമീറ്റർ, ഇവിടെയും 8 സെന്റിമീറ്റർ. ഓക്കെ, ഈ ആംഗിൾ 90 ഡിഗ്രി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഓഫ് ട്രയാങ്കിൾ BCE. BCE എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് എന്താ ഇവിടെ 5, ഹൈറ്റ് എന്താ 8. മനസ്സിലായോ? 5 ഇൻറ്റു 8 എന്താ 40. 40 ഡിവൈഡഡ് ബൈ 2 20. അപ്പൊ 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഈ റെക്ടാംഗിളിന്റെ മൊത്തമുള്ള ഏരിയ 112 കേട്ടാ, 112 സെന്റിമീറ്റർ സ്ക്വയർ. ഇതിൽ ആ കോർണറിലുള്ള ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ 20 സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായോ നോബാ? എന്താ ഡൗട്ട്? അങ്ങനെയല്ല. അതായത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനകത്ത് 90 ഡിഗ്രി ഉണ്ടാക്കുന്ന സൈഡുകൾ ഏതൊക്കെയാ? ഇതും ഇതുമാണ് അല്ലെ. അവര് നമ്മൾ പെർപെൻഡിക്കുലർ സൈഡുകൾ എന്ന് പറയും. എന്താ പറയാ? പെർപെൻഡിക്കുലർ സൈഡ്സ്. ഓക്കെ, അതിനകത്ത് ഇത് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഹൈറ്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇത് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഹൈറ്റ് ആയിട്ട് എടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുത്താൽ പ്രശ്നമില്ല. ചെറുത് തന്നെ എടുക്കണം, ഹൈറ്റ് ആയിട്ടൊന്നും ഇല്ല. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ BEF. ബീഫ് അല്ല കേട്ടാ, BEF എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ. അതായത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കാണുക? ബുദ്ധിയുള്ള ആരെങ്കിലും നോക്കട്ടെ. സഫാറിനെ ലെങ്ത് മുഴുവനായിട്ട് 14 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ത്രീ മൈനസ് 14 അല്ല, 14 മൈനസ് 3 എടുക്കാം. ഓക്കെ, മൊത്തം 14 സെന്റിമീറ്റർ ആണ്. അതിൽ നിന്ന് ഈ 3 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടും. എടുക്കാൻ 11 സെന്റിമീറ്റർ കിട്ടി. ഓക്കെ, ഒരു മിനിറ്റോടെ ഞാൻ എഴുതിക്കോട്ടെ. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ BEF എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് ഏതായിരുന്നു? യെസ്, ഇതാണ്. ഇപ്പൊ യെല്ലോ കളറിൽ വരയ്ക്കുന്ന ഇതാണ് ഇതിന്റെ ബേസ് അല്ലെ. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? മൊത്തം 14 നിന്ന് 3 കുറച്ചു. ഹൈറ്റ് ഏതായിരിക്കും സഫാരിന് പറയോ? ഹൈറ്റ്, അതായത് ഹൈറ്റ് ഈ ട്രയാങ്കിളിൽ കണ്ടുപിടിക്കാൻ നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് ഒരു ലൈൻ വരയ്ക്കണം, പെർപെൻഡിക്കുലർ ലൈൻ. ഇതായിരിക്കും ഇതിന്റെ ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ലൈൻ ആണ്, താഴെ 90 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇതുപോലത്തെ തന്നെ ഒരു ലൈൻ അല്ലേ ഇതും, CB. അപ്പൊ ഈ CBയുടെ അളവും ഇതിന്റെ അളവും സെയിം ആയിരിക്കും. അപ്പൊ ഇത് 8 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇതും 8 ആയിരിക്കും. അപ്പൊ ഹൈറ്റ് എത്രയാണെന്ന് കിട്ടി? 8 സെന്റിമീറ്റർ ആണ്. ഇനി നീ ഒന്ന് പറഞ്ഞ ഏരിയ ഓഫ് ട്രയാങ്കിൾ BEF. ഹാഫ് ഇൻറ്റു അതെഴുതി. ബേസ് എന്താ? 11 ഇൻറ്റു 8 88, 88 ബൈ 2 44. അപ്പൊ 44 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഈ നടുക്കുള്ള ട്രയാങ്കിളിന്റെ ഏരിയ കേട്ടാ. (44 സെന്റിമീറ്റർ സ്ക്വയർ). ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം,
വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ? ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടില്ല അല്ലെ? ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ ട്ടാ. ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ എന്താണ്? ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ആൽവിൻ പറഞ്ഞടാ. ആ അത് തമ്മിൽ കൂട്ടിയിട്ട് ട്രയാങ്കിൾ അല്ല റെക്ടാങ്കിളിന്റെ അല്ലേ? ആ ഇത് 20. ആ 14ആ? അത് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടില്ലടാ. മൊത്തത്തിലുള്ള റെക്ടാങ്കിളിന്റെ സൈഡ് 14 സെന്റിമീറ്റർ ആണെന്ന്. ലെങ്ത് 14 ആണ് തന്നിട്ടില്ലേ? അപ്പൊ നമ്മൾ അത് 14 എടുത്തു. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം റെക്ടാങ്കിളിൽ നിന്ന് ഈ ട്രയാങ്കിളിന്റെ ഏരിയ 20യും ഈ ട്രയാങ്കിളിന്റെ ഏരിയ 44ഉം മൈനസ് ചെയ്യണം. മനസ്സിലായോ പ്രസ്ക? പ്രസ്കയ്ക്ക് മനസ്സിലായ? ശ്രദ്ധിക്കണം, എന്നാലും മനസ്സിലാവുള്ളൂ കേട്ടാ. ഞാൻ പറഞ്ഞു തരാം. ഈ മൊത്തം റെക്ടാങ്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യാം, ഈ ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യാം, പ്ലസ് ഈ ട്രയാങ്കിളിന്റെ ഏരിയയും കൂടി മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് കിട്ടില്ലേ? പ്രസ്കേനോടാ ചോദിക്കണേ. വീണ്ടും ശ്രദ്ധിച്ചില്ലേ? എന്റെ പൊന്നു മക്കളെ, എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ കാണിക്കേ. മനസ്സിലായോ ഇല്ലയോ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ദേനാ, ഇതാണ് നമ്മുടെ റെക്ടാങ്കിൾ. ഓക്കെ, പ്രസ്കയ്ക്ക് മനസ്സിലാവുണ്ടോ പറയണ? ഇതാണ് നമ്മുടെ റെക്ടാങ്കിള്. ഇതിനകത്ത് ഈ ഒരു പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാ? ഇത്രയും, അതായത് മൊത്തം റെക്ടാങ്കിളിൽ നിന്ന് ഇത്രയും ഭാഗം മൈനസ് ചെയ്താൽ പോരെ. ബാക്കിയുള്ളത് നമ്മൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇപ്പൊ ഷെയ്ഡഡ് പോർഷൻ കിട്ടില്ലേ? അത് മനസ്സിലായ? അപ്പൊ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എന്തോരുണ്ട്? ഇവിടെ 20ഉം ഇവിടെ 44ഉം ഉണ്ട്. ടോട്ടൽ 112 ആണ്. അപ്പൊ 112ൽ നിന്ന് ഈ അറിയാവുന്നത് മൈനസ് ചെയ്താൽ പോരെ. ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് 112 മൈനസ് 20 പ്ലസ് 44. 112 മൈനസ് 64. 48 സെന്റിമീറ്റർ സ്ക്വയർ. ഏതെല്ലാരും? റയാൻ കേറിയിട്ടുണ്ടോ? റയാൻ റോണി, എന്താ ശ്രീലക്ഷ്മി ഡാൻസ് കളിക്കണേ? അടിയിലെയും കുഴപ്പമില്ലേം ചെന്നെ. അടുത്ത ചോദ്യം ചെയ്യാം.
ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following triangles has an area of 12 square centimeter? ഓക്കെ, ഈ താഴെ തന്നേക്കുന്നതില് ഏത് ട്രയാങ്കിളിന്റെയാണ് ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്റർ വരികയെന്ന്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കടാ, പറയണ കേക്ക്, പറയണ ശ്രദ്ധിക്കാൻ, എന്നിട്ട് എഴുതിയാൽ മതി. ചോദ്യം എഴുതണ്ട, പറയണ കേക്ക്. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 12 ആവണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മൾ എങ്ങനെയാ ഏരിയ കാണുക? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസ് ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യും നമ്മൾ അല്ലെ, എന്നിട്ട് അതിന്റെ പകുതി എടുക്കും. ഇപ്പൊ നേരത്തെ നമുക്ക് 88 ആണ് കിട്ടിയത്. നേരത്തെ 88 കിട്ടിയപ്പോ അതായത് ബേസ് ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോ 88 കിട്ടി. അപ്പൊ അതിന്റെ ഹാഫ് എടുത്തപ്പോ നമുക്ക് 44 വന്നു അല്ലെ. അപ്പൊ ബേസും ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടുന്നോ അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കിട്ടും. ശരിയല്ലേ പറഞ്ഞത്? എളുപ്പ വഴിയാണ് പറഞ്ഞു തരുന്നേ, ശ്രദ്ധിക്കേ. മാളവിക, ബേസും ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്താണോ അതിന്റെ പകുതി എടുക്കുമ്പോഴാണ് നമുക്ക് ഏരിയ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബേസും ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ത് വരും? 10ന്റെ പകുതി 5 വരും. ക്ലിയർ അല്ലേ പറഞ്ഞത്? ബേസും ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ത് വരും? 6 വരും. ബേസും ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 20 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ത് വരും? 10 വരും. ബേസും ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 100 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ത് വരും? 50 വരും അല്ലെ, അതിന്റെ പകുതി വരും. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയാണ് ഏരിയ 12 വേണം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. ഇനി നേരെ തിരിച്ച് നമുക്ക് നോക്കാം. ഏരിയ 5 ആണെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് വേണം? അതിന്റെ ഇരട്ടി വേണം, 10 അല്ലെ. ഏരിയ 6 ആണെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് വേണം? അതിന്റെ ഇരട്ടി 12 വേണം അല്ലെ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ 10 ആണെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? അതിന്റെ ഇരട്ടി 20 വരും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ 25 ആണ് വേണ്ടതെന്ന് വിചാരിക്കൂ. അപ്പൊ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ത് വരും? ജോസഫേ, ചോദിക്കണേക്കണ്ടാ? ഏരിയ ഓഫ് ട്രയാങ്കിൾ 25 ആണെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ത് വരും? ഇതിന്റെ ഇരട്ടി 50 വരും. ഏരിയ ഓഫ് ട്രയാങ്കിൾ 12 ആണ് വേണ്ടെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ത് വരും? 12ന്റെ ഇരട്ടി 24 വരും അല്ലെ. എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രയാങ്കിൾസ് ഹാസ് ആൻ ഏരിയ 12 സ്ക്വയർ യൂണിറ്റ്സ്? ഏരിയ 12 ആണ് വേണ്ടത് അല്ലെ. ഏരിയ വേണ്ടത് 12 ആണ്. അപ്പൊ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്താണോ നോക്കിയാൽ മതി. അതിന്റെ ഡബിള് 24 ആണോ നോക്കിയാൽ മതി. മനസ്സിലായ? ബേസും ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ക്ലിയർ ആണോ പറഞ്ഞത്? ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് ഫോർമുല ഇട്ട് ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായ? ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിണ്ടോ? ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഏരിയ എന്താണോ അതിന്റെ ഇരട്ടി ആയിരിക്കും ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഏരിയ 2 ആണെന്ന് വിചാരിക്കും. 2 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. 4 ആയിരിക്കും. 2 ആണെങ്കിൽ 4 ആയിരിക്കും. ഏരിയ 10 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 ആയിരിക്കും. അതിന്റെ ഇരട്ടി അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ത് വരും? 24 വരണം. അപ്പൊ നിങ്ങൾ ഓരോ ചോദ്യത്തിലും ചെന്നിട്ട് ബേസും ഹൈറ്റും കൂടെ, എല്ലാത്തിന്റെയും ബേസും ഹൈറ്റും തന്നിട്ടുണ്ട്.
ഇതിലുള്ള എല്ലാ ചോദ്യത്തിന്റെയും ബേസ് ഹൈറ്റ് തന്നിട്ടുണ്ട്. ബേസ് ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 കിട്ടണ്ടോ എന്ന് നോക്കിയാൽ മതി. മനസ്സിലായ? ഇതാര് വർത്താനം പറയണേ? നിങ്ങളൊന്ന് നോക്കിക്കൂടെ നിങ്ങൾക്കുടെ മൈക്ക് ഓൺ ആണോ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ഓരോന്നിന്റെയും ബേസ് ഹൈറ്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ 5 × 2 ചെയ്യുമ്പോൾ 10 ആണ് കിട്ടുന്നത്. അപ്പൊ ഇതല്ല. ഇവിടെ 8 × 3 ചെയ്യുമ്പോൾ നമുക്ക് 24 ആണ് കിട്ടുന്നത്. ഇവിടെ 7 × 5 ചെയ്യാനായിട്ട് ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ല കേട്ടോ. ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 35 ആണ്. 4 × 3 ചെയ്യുമ്പോൾ കിട്ടുന്നത് 12 ആണ്. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് ഏതായിരിക്കും രണ്ടാമത്തത്? ബേസ് ഇൻറ്റു ഹൈറ്റ് 24 ആണ്. മനസ്സിലായോ? ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടാ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക. രണ്ടാമത്തെ ചോദ്യം, ഡ്രോ എ ട്രയാംഗിൾ ഓഫ് ഏരിയ 24 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. ഏരിയ 24 വേണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്തായിരിക്കണം മക്കളെ? എന്റെ ഇരട്ടി വേണ്ടേ? 24ന്റെ ഇരട്ടി 48 വേണം. ബേസും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48 കിട്ടണം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ നോക്കുക, ഏതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 48 കിട്ടുക? ഏതൊക്കെ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 48 കിട്ടുക? പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വന്നത് 8ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48 കിട്ടും ഇല്ലേ? ആ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ട്രയാംഗിൾ വരയ്ക്കാം. അതെങ്ങനെ വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കാം. പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. അതിനകത്ത് 6 സെന്റിമീറ്റർ ഹൈറ്റ് കട്ട് ചെയ്യാം, തമ്മിൽ ജോയിൻ ചെയ്യാം. ഇതാണ് ആ ട്രയാംഗിൾ കേട്ടാ. വരച്ചോ? വേഗം പ്രൊട്രാക്ടറും കോമ്പസും കോമ്പസ് വേണ്ട, സ്കെയിലൊക്കെ എടുത്തിട്ട് വരച്ചേ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആണ് കേട്ടാ. ഏരിയ 24 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് വരണമെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 48 ആയിരിക്കണം. എഴുതണം മക്കളെ. ഏരിയ എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 48 ആണ്. അപ്പൊ നമുക്ക് നമ്പറുകൾ എന്തൊക്കെയായിട്ട് എടുക്കാം? Let us take base is equal to 8 centimeter and height is equal to 6 centimeter. ബേസ് 8 സെന്റിമീറ്ററും ഹൈറ്റ് 6 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കണ്ടേ? വരയ്ക്കണം അങ്ങോട്ട്. 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ സ്കെയിൽ എടുത്തിട്ട് വരയ്ക്കാം. എല്ലാവരും വരച്ചോ? ഒപ്പം വരയ്ക്കാം. 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചോ എല്ലാവരും? അതിന്റെ ഏതെങ്കിലും ഒരറ്റത്ത് പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് വയ്ക്കുക. ഏതെങ്കിലും ഒരു അറ്റത്ത് പ്രൊട്രാക്ടർ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ മുകളിലോട്ട് വരയ്ക്കാം. സ്കെയിൽ വെച്ചിട്ട് 6 സെന്റിമീറ്റർ ആയി കഴിയുമ്പോൾ ഒരു ലൈൻ വരയ്ക്കാം, കട്ട് ചെയ്യാം. ഈ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ട്രയാംഗിള്. മാളവികയുടെ വരച്ചു കഴിഞ്ഞാ? അടുത്ത ചോദ്യം നോക്കിയേ. If one side of triangle with an area 48 square centimeters is 12 centimeter, what is the height of the corner of the to the opposite side? ഒന്നുമില്ല. അതായത്
ഒരു ട്രയാങ്കിളിന്റെ ഏരിയ തന്നേക്കുവാണ് 48 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഒരു സൈഡിൽ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 48 ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് ബേസ് ആയിട്ട് എടുക്കാം നമുക്കത്. ഒരു സൈഡ് ഞാൻ ചോദിക്കട്ടെ, ഏരിയ 48 ആണെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് വേണം? ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ത് വേണം? ഇതിന്റെ ഇരട്ടി വേണം അല്ലേ? 96 വേണം. അങ്ങനെയല്ലേ നമ്മൾ നേരത്തെ ചെയ്തത്? ഏരിയ 48 ആണെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 96 വേണം. ഇതിൽ ബേസ് 12 ആണെന്ന് തന്നിട്ടുണ്ട്. ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞു തരാം. ഏരിയ 48 ആണ്. അപ്പൊ ബേസ് ഇൻറ്റു ഹൈറ്റ് 96 ആയിരിക്കും, അതിന്റെ ഇരട്ടി. ഇതിൽ ബേസ് 12 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ദേ വൺ സൈഡ് 12 സെന്റിമീറ്റർ എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഹൈറ്റ്? ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് 96 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതി. മനസ്സിലായോ? ആ 96നെ 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 8 അല്ലേ? യെസ്, 8. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ എല്ലാവരും പാരന്റ്സിനെ വിളിച്ചേ. എല്ലാവരും പാരന്റ്സിനെ വിളിക്കും കേട്ടോ. എക്സാം ടൈം ആണ്, എല്ലാരും പാരന്റ്സിനെ വിളിക്കുക. എല്ലാരും പാരന്റ്സ് വന്നോ? നേനാ, ഇന്ന് എക്സാമിന് 2 ആക്ടിവിറ്റി ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ സമയം കുറച്ച് പോയതുകൊണ്ട് നിങ്ങൾ ഒരു ആക്ടിവിറ്റി ചെയ്താൽ മതി. 10 മിനിറ്റ് തരമുള്ളൂ കേട്ടോ. 8:20 വരെ സമയമുള്ളൂ. ഇവിടെ ആരും പാരന്റ്സിനെ കാണില്ലല്ലോ. ആ, ഒരു ആക്ടിവിറ്റി ചെയ്താൽ മതി. 8:20 വരെ സമയമുള്ളത്. ഈ ആക്ടിവിറ്റി വേഗം ചെയ്തോളൂ. എല്ലാവരും പാരന്റ്സ് ഒന്ന് അടുത്തോട്ട് ഇരുന്നേ, കയ്യെങ്കിലും കാണാവുന്ന രീതിയില്.
ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കണ്ട കേട്ടാ. ഇന്നത്തെ ഈ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി കേട്ടാ. ആരെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നേരത്തെ ആൻസർ ചെയ്ത് വെച്ചാ? അങ്ങനെയുള്ളവർക്ക് ഒരു ട്വിസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ നോട്ടൊക്കെ നിരോധിച്ച പോലെ. ഏത് ലാസ്റ്റ് എക്സാം എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിരോധിച്ചു. ഇത് നമ്മുടെ സമയം പോയോണ്ടാണ് കേട്ടാ. എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാ. ഈ ഒരു ആക്ടിവിറ്റി മാത്രം ചെയ്താൽ മതി. 10 മിനിറ്റ് തരുള്ളൂ. 8:20 വരെ സമയമുള്ളൂ കേട്ടാ. എന്താണ് ഇൻഷ? ഇൻഷ എക്സാം എഴുതുന്നുണ്ടാ? ആരോൺ പരീക്ഷ എഴുതണില്ലേ?
മതി മതി, സ്റ്റോപ്പ് റൈറ്റിംഗ്. കഴിഞ്ഞ എല്ലാവരുടെയും? കഴിയാത്തവര് നിർത്തിക്കോ കേട്ടാ. മതിടാ, മതി മതി, ഇത്ര നേരം എഴുതിയത് മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ കാണിച്ചു തരാം. പാരന്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടാ. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഇതിന്റെ ഫസ്റ്റത്തെ ആൻസർ, അതായത് നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ, ADയുടെ നീളം കണ്ടുപിടിക്കാൻ. അപ്പൊ എന്ത് ചെയ്യണം? AD is equal to ഏരിയ ബൈ ലെങ്ത്. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 4 സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ടാവണം. 4 സെന്റിമീറ്ററിന് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുത്തോട്ടെ പാരന്റ്സ്. വെറുതെ 4 സെന്റിമീറ്ററിന് എഴുതിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 1/2 മാർക്ക് കൊടുത്താൽ മതി. ഇത്രയും സ്റ്റെപ്പ് ഒക്കെ ഉണ്ടായിരിക്കണം കേട്ടാ. വെറുതെ എടുത്ത് 4 സെന്റിമീറ്റർ എഴുതിയിട്ടുള്ളെങ്കിൽ ഉറപ്പിച്ച് അവർ കോപ്പി അടിച്ചതാ. അപ്പോ ഈ ഫോർമുലയൊക്കെ എഴുതിയിട്ടുണ്ടാവണം. ഈ 2 സ്റ്റെപ്പ് എന്തായാലും 2 സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. എന്നിട്ട് 4 സെന്റിമീറ്ററിന് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുത്തോട്ടാ. വെറുതെ 4 സെന്റിമീറ്റർ എഴുതിയിട്ടുള്ളെങ്കിൽ 1/2 മാർക്ക് കൊടുത്താൽ മതി. അടുത്ത ചോദ്യം. അടുത്തത് നമ്മളോട് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഈ ഫോർമുല ഉണ്ടെങ്കിൽ 1/2 മാർക്ക്, ഉത്തരം 16 സെന്റിമീറ്റർ സ്ക്വയറിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1/2 മാർക്ക്, അങ്ങനെ മൊത്തം 1 മാർക്ക്. ഫോർമുല എഴുതിയിട്ടുണ്ടാവണം, പിന്നെ ആൻസർ 16 എന്ന് കിട്ടിയിട്ടുണ്ടാവും. 16 സെന്റിമീറ്റർ സ്ക്വയർ ഇത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. ഫോർമുലയ്ക്ക് 1/2 മാർക്ക്, ഉത്തരത്തിന് 1/2 മാർക്ക്. മൂന്നാമത്തത് നമ്മുടെ ഈ CG എന്ന് പറയുന്ന സൈഡ് കണ്ടുപിടിക്കാനായിട്ടായിരുന്നു. ഫോർമുല എഴുതിയിട്ടുണ്ടെങ്കിൽ, നേരത്തെ എഴുതിയ അതേ ഫോർമുല എഴുതിയിട്ടുണ്ടെങ്കിൽ 1/2 മാർക്ക്. CG എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ 1/2 മാർക്ക്. കഴിഞ്ഞ അടുത്ത ചോദ്യം നമ്മളോട് എന്താ പറഞ്ഞേ, മൊത്തം ഏരിയ കാണാൻ പറഞ്ഞേക്കാം. മുഴുവൻ ഏരിയ കാണണമെങ്കിൽ ഇവർ ഈ ഫുൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ AFE പ്ലസ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ ABCD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BCG എന്നുള്ള ഈ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. ഈ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. ഉത്തരം 102 സെന്റിമീറ്റർ സ്ക്വയറിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. മൊത്തം 5 മാർക്കിൽ കേട്ടാ. ലാസ്റ്റത്തെ ചോദ്യത്തിന് 2 മാർക്ക്, ബാക്കി എല്ലാത്തിനും ഓരോ മാർക്ക് വെച്ചിട്ട് മൊത്തം 5. എന്തായാലും പിന്നെ അതെയോ? ഓക്കെ, അപ്പൊ മാർക്കൊക്കെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയാം കേട്ടാ. ഓക്കെ, അപ്പോ പാരന്റ്സിന്റെ മധ്യത്തിൽ വീണ്ടും വീണ്ടും ഞാൻ പറയുവാണ്, ചെയ്യിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം എഴുതി പഠിച്ചാൽ ഇവർക്ക് നല്ല മാർക്ക് കിട്ടും. ഇവർ എഴുതി പഠിക്കണില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. എഴുതി പഠിച്ചിട്ടുണ്ടായിരിക്കണം, കേട്ടില്ലേ? വെറുതെ ഇവിടെ കണ്ടിരുന്നു ഇവിടെ വന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എഴുതി പഠിക്കുക തന്നെ വേണം. ഓക്കെ, ദേവിന് എത്രയാണോ മാർക്ക്? ഓക്കെ 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 കേട്ടാ. എന്താണ് നിർമ്മയി? എന്താന്ന്?
നിന്റെ ചോദ്യം എനിക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോ ഒരു മിനിറ്റ് മോനെ, ഒന്നും കേൾക്കില്ല നീ പറഞ്ഞു. ആ ഒന്നുകൂടി പറഞ്ഞേ, ഡൗട്ട് എന്താ? ഈ സ്റ്റെപ്പ് എഴുതിയില്ല. അപ്പൊ അതല്ല നിന്നോട് പറഞ്ഞത്. ആ സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിൽ ഒരു മാർക്ക് ഇല്ല, ബാക്കി ഒരു മാർക്ക് എടുത്തോ. എന്താ എന്താന്ന്? ആ ഓക്കെ കേട്ടാ. അപ്പോ മിസ് പറഞ്ഞ പോലെ എല്ലാവരും ആക്ടിവിറ്റീസ് എല്ലാം എഴുതി പഠിക്കണം കേട്ടില്ലേ? എല്ലാ ക്ലാസ്സിലും പൊതുവെ പോലെ പറയണ കാര്യം എഴുതി തന്നെ പഠിക്കണം. എഴുതി പഠിക്കാണ്ട് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കില്ല. ഓക്കെ, എന്നപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മിസ് പോയിക്കോട്ടെ. ബൈ, സീ യു, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.